നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പൂക്കോട് സംഭവത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ കടുത്ത വിമർശനമാണ് ഉയർന്നു വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിച്ചു. അതിന് തൊട്ടുപിന്നാലെ ഇന്ന് രാവിലെ സിദ്ധാർത്ഥിന്റെ പിതാവ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു. തന്റെ മകന്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കി സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ഉറപ്പിച്ചു പറഞ്ഞു. മകന്റെ മരണത്തിലെ സംശയങ്ങൾ ഒന്നൊന്നായി പിണറായി വിജയന്റെ മുന്നിൽ വെച്ചു. ഞങ്ങൾക്ക് വേണ്ടത് ഒരു CBI അന്വേഷണമാണ്. സിദ്ധാർത്ഥിന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചാൽ ഒരു CBI അന്വേഷണത്തിനുള്ള നിർദ്ദേശം വരും. ഇതറിയാവുന്ന മുഖ്യമന്ത്രി തന്മയത്വത്തോടെ സംസാരിച്ചു. CBI അന്വേഷണമാവാം എന്നൊടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സമ്മതിച്ചു. എന്തുകൊണ്ട് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും പോലീസ് പ്രതി ചേർക്കുന്നില്ല എന്ന ജയപ്രകാശിന്റെ ചോദ്യം. അതിലപ്പുറം അക്ഷയ് എന്ന പ്രതിയെ ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് ജയപ്രകാശ് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു. ഇന്നലെ വൈകുന്നേരം ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തുവന്നതോടെ കേരള പോലീസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. ഇനിയും പോലീസ് പ്രതിപട്ടികയിലില്ലാത്ത ചില വിദ്യാർത്ഥികളുടെ പേര് ആന്റി റാഗിംഗ് സ്ക്വാഡ് തങ്ങളുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ റിപ്പോർട്ട് ഇന്ന് UGCക്ക് കൈമാറുന്നതോടെ ദേശീയ തലത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടും. മുൻപ് ഗവർണർ പറഞ്ഞതിന് സമാനമായ ചില സംഭവ വികാസങ്ങൾ ഈ കേസിന് പിന്നിലുണ്ട് എന്ന് വ്യക്തം. സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നെടുമങ്ങാട് നിന്ന് തുടങ്ങി എന്നതിന്റെ സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ മകൻ ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് എന്തുകൊണ്ട് കടന്നു വന്നില്ല എന്ന ജയപ്രകാശിന്റെ ചോദ്യം. ബിന്ദു സുന്ദറിന്റെ മകൻ ഗോപന് ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ട്. അക്ഷയ്, ബിന്ദു സുന്ദറിന്റെ മകൻ എന്നിവരെ എന്തുകൊണ്ട് പോലീസ് ബോധപൂർവം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു? തന്റെ ജീവിതത്തിൽ ഇനി സന്തോഷമുണ്ടാകില്ല എന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ഒരു തൃപ്തി തനിക്ക് അനുഭവപ്പെടുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണത്തിലൂടെ കഴിയും എന്ന പിതാവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 97 വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് തങ്ങളുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിൽ കൃത്യമായി എന്താണ് സിദ്ധാർത്ഥിന് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ കേരള പോലീസിന്റെ റിപ്പോർട്ടിലില്ലാത്ത പലതും ആ റിപ്പോർട്ടിലുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജിലെത്തി പോലീസ് വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഡീനും അസിസ്റ്റന്റ് വാർഡനുമൊക്കെ നിന്നിരുന്നു എന്ന് വിദ്യാർത്ഥികൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് നൽകിയ മൊഴിയിൽ പറയുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഗുരുതരമാണ് ആ ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങൾ. ഭയം കാരണം വിദ്യാർത്ഥികൾക്ക് സത്യസന്ധമായ വിവരങ്ങൾ പോലീസിന് നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ കൃത്യമായ മൊഴി നൽകാതെ അധ്യാപകർ പോലും വിട്ടുനിന്നു. വിദ്യാർത്ഥികൾ തന്നെയാണ് ഇക്കാര്യങ്ങൾ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ പറഞ്ഞത്. പെൺകുട്ടികളിൽ നിന്ന് മൊഴിയെടുത്താൽ പല കാര്യങ്ങളും പുറത്താകും എന്ന് കോളേജ് അധികൃതർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിലേക്ക് പെൺകുട്ടികളെ അവർ കടന്നു ചെല്ലുന്നതിൽ പലവിധത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ക്യാമ്പസിൽ സമാനമായ മർദ്ദനമുറകൾ നേരത്തെയും നടന്നു എന്ന് വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയിലുണ്ട്. 2019-ലും 2021-ലുമൊക്കെ സമാനമായ റാഗിങ്ങുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ 2 വിദ്യാർത്ഥികളാണ് ഇരയാക്കപ്പെട്ടത്. ക്യാമ്പസ് റാഗിങ്ങുകളെ തുടർന്ന് പല വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ അക്കാദമിക് ജീവിതം തന്നെ നഷ്ടപ്പെടുന്നു. നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിദ്ധാർത്ഥിനെ അവർ വേട്ടയാടിയത്, ഒടുവിൽ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. നമ്മൾ അറിഞ്ഞതിനേക്കാൾ ഭയാനകം. സിദ്ധാർത്ഥൻ എങ്ങനെയാണ് മരിച്ചത്? ഇത്ര വലിയ ക്രൂരത ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണ് എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിൽ എന്ത് ക്രൂരത അരങ്ങേറിയാലും അതൊന്നും പുറംലോകം അറിയില്ല. അവിടെ സമാന്തര ഭരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ CCTV ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാൻ SFI അനുവദിച്ചിരുന്നില്ല. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് UGCക്ക് ലഭിച്ച ഒരു പരാതി. ഈ പരാതിയിൽ ഭയം കാരണം വിദ്യാർത്ഥികൾ പേര് വെച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചത്. ഫെബ്രുവരി 26-ാം തീയതി മുതൽ മാർച്ച് 1-ാം തീയതി വരെയായിരുന്നു ആന്റി റാഗിംഗ് സ്ക്വാഡ് പരിശോധനകൾ നടത്തിയത്. ഫെബ്രുവരി 15-നാണ് തിരുവനന്തപുരം സ്വദേശിയായ സിദ്ധാർത്ഥൻ വീട്ടിലേക്ക് പോകാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. ഏറെ സംശയങ്ങളും ദുരൂഹതകളും പടരുന്ന ഏറ്റവും ക്രൂരമായ സംഭവ വികാസങ്ങൾ തുടങ്ങുന്നത് അവിടെ വച്ച്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറയുന്ന വെളിപ്പെടുത്തലുകളിലും ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. ജയപ്രകാശ് പറയുന്നു, അന്ന് ട്രെയിനിൽ സിദ്ധാർത്ഥൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചപ്പോൾ ആ ട്രെയിനിൽ മറ്റു ചില വിദ്യാർത്ഥികൾ കൂടി കടന്നുകൂടിയിരുന്നു.
ട്രെയിനിൽ വച്ച് സിദ്ധാർത്ഥിനെ വകവരുത്താനുള്ള നീക്കങ്ങൾ അവർ നടത്തി. ഒരുപക്ഷെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരിക്കാം അവർക്ക് പിന്നിൽ. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ ഭയപ്പെട്ടു. ഫോൺ കോളുകൾ മാത്രമല്ല, സിദ്ധാർത്ഥനെ ചിലർ വേട്ടയാടുന്നു എന്ന തോന്നൽ അവൻ്റെ ഉള്ളിൽ ഭീതി നിറച്ചു. അതുകൊണ്ടാണ് എറണാകുളത്ത് നിന്ന് നേരെ തിരിച്ച് കോളേജിലേക്ക് പോയത്. എറണാകുളം വരെ ഇനി അവൻ എത്തിയോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്ന് ജയപ്രകാശ് പറഞ്ഞു വെക്കുന്നു. തിരുവനന്തപുരത്തേക്ക് പോകാനായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവൻ പുറപ്പെടുമ്പോൾ സൗദ് റിസാൽ, മുഹമ്മദ് ഡാനിഷ്, ആദിത്യൻ എന്നിവർക്കൊപ്പമാണ് അവൻ പോയത്. എന്നാൽ 15-ന് രാത്രി രഹൻ ബിനോയ്, അഭിജിത്ത് മോഹൻ എന്നിവർ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചു. തുടർന്ന് 16-ാം തീയതി രാവിലെ 5 മണിക്ക് സിദ്ധാർത്ഥൻ തിരികെ എത്തി. അന്നു പകൽ സ്വാഭാവികമായി കടന്നുപോയി എന്ന് റിപ്പോർട്ടിൽ. 16-ാം തീയതി രാത്രിയാണ് കൊടും മർദ്ദന പരമ്പര ആരംഭിക്കുന്നത്. ആദ്യം തൊട്ടടുത്തുള്ള മലയുടെ മുകളിലെ വാട്ടർ ടാങ്കിന് മുകളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചായിരുന്നു ആദ്യ മർദ്ദനം. മുഹമ്മദ് ഡാനിഷ്, ഹാഷിം, ആദിത്യൻ, സൗദ് റിസാൽ, രഹാൻ ബിനോയ്, ദേവരാഗ് എന്നിവർ ചേർന്നാണ് അവിടെ വെച്ച് സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ചത്. വാട്ടർ ടാങ്കിന് മുകളിൽ നിന്ന് അവനെ തള്ളിയിട്ട് കൊല്ലും എന്നവർ ഭയപ്പെടുത്തി. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു പാറയുടെ മുകളിലെത്തിച്ചു. ഒടുവിൽ രാത്രി വൈകി ഹോസ്റ്റലിലെ 21-ാം നമ്പർ റൂമിലേക്ക് അവനെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. റൂമിലിട്ട് അവനെ സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു. അവിടെ കിടന്ന് ബെൽറ്റ് എടുത്ത് പലവട്ടമാണ് അവൻ്റെ ദേഹത്ത് മർദ്ദിച്ചത്. ഒടുവിൽ ബെൽറ്റ് പൊട്ടിച്ചിതറിപ്പോയി. പിന്നീട് കയ്യിൽ കിട്ടിയ കേബിൾ എടുത്ത് അവന്റെ ദേഹത്തിനിട്ടടിച്ചു. മുഖ്യപ്രതി സിൻജോ ജോൺസൺ, അമൽ ഇസാൻ, ആസിഫ് ഖാൻ, അരുൺ കെ കാശിനാഥൻ, നസീഫ്, അമീൻ അക്ബർ അലി, ആദിത്യൻ, അൽതാഫ്, ആകാശ്, ഗിരികൃഷ്ണൻ, റാസിൻ അബ്ദുൾ റീം, അജയ്, ശ്രീഹരി, സൗദ് റിസാൽ, അതുൽ സോമൻ എന്നിവർ ചേർന്നാണ് അവനെ മുറിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. പിന്നീട് സിൻജോ ജോൺസൺ എന്ന കൊടും ക്രൂരന്റെ അതിഭയാനകമായ മർദ്ദനമുറകളാണ് അവിടെ നടന്നത്. സിൻജോ ജോൺസൺ മൃഗീയമായി അവനെ വേട്ടയാടി. അവൻ്റെ കണ്ഠനാളത്തിൽ വിരൽ കുത്തിയിറക്കി. പിന്നീട് സിദ്ധാർത്ഥന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സിൻജോ ജോൺസൺ തന്നെയാണ് സ്റ്റീൽ അലമാരയോട് ചേർത്ത് നിർത്തി അവൻ്റെ കണ്ഠനാളത്തിലേക്ക് കൈവിരൽ കുത്തിയിറക്കിയത്. സിദ്ധാർത്ഥൻ റൂമിൽ പേടിച്ച് വിറച്ചിരിക്കുന്ന കാഴ്ച. ആർക്കും അവനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. മൊഴി നൽകിയ 57-ാം സാക്ഷിയുടെ വാക്കുകളാണ് ഇവ. അടിവസ്ത്രം മാത്രമാണ് അപ്പോൾ സിദ്ധാർത്ഥൻ ധരിച്ചിരുന്നത്. അരുൺ കെ എന്ന വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ തറയിൽ നിന്ന് എടുത്തുയർത്തി. സിദ്ധാർത്ഥനെ കൊണ്ട് പിന്നീട് ഒരു തുണിയെടുത്ത് അവനോട് തറ തുടയ്ക്കാൻ ആവശ്യപ്പെടുന്നു. സിൻജോ ജോൺസന്റെ ആക്രോശമനുസരിച്ച് ആസിഫ് ഖാനും കാശിനാഥനും ഗിരികൃഷ്ണനും ചേർന്ന് അവനെ ക്രൂരമായി വീണ്ടും മർദ്ദിക്കുന്നു. സിദ്ധാർത്ഥനെ അതിക്രൂരമായി അടിച്ചതിന് ശേഷം മുറിക്ക് പുറത്തിറങ്ങിയ ഗിരികൃഷ്ണൻ പൊട്ടിക്കരഞ്ഞു. 21-ാം മുറിയിൽ നിന്ന് വലിയ നിലവിളിയാണ് അപ്പോൾ ഉയർന്നു കേട്ടത്. സിദ്ധാർത്ഥിന്റെ കരച്ചിലും നിലവിളിയും ആ ഹോസ്റ്റലിനെ നടുക്കിക്കളഞ്ഞു. പിന്നീട് അവനെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് കോറിഡോറിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. സിദ്ധാർത്ഥനെ കോറിഡോറിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോൾ ഓരോ മുറിയുടെയും കതകിൽ തട്ടി ഉറങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ അവർ വിളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് വിചാരണ കാഴ്ചയ്ക്കായി എല്ലാവരോടും പുറത്തിറങ്ങാൻ അവർ ആവശ്യപ്പെട്ടു. പിന്നീട് അവനെ ഹോസ്റ്റലിന്റെ നടുമുറ്റത്തേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുവന്ന് അവിടെ കിടത്തി. അടിവസ്ത്രം മാത്രമായിരുന്നു അപ്പോഴും സിദ്ധാർത്ഥന്. അവൻ ഭയന്നു വിറച്ചു. പിന്നീട് കൂട്ടവിചാരണ ആരംഭിച്ചു. ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി അതിന് തന്നോട് എല്ലാവരും ക്ഷമിക്കണം എന്ന് ഈ ക്രൂരസംഘം അവനോട് പറഞ്ഞു. അവനത് ഏറ്റുചൊല്ലി. നടുമുറ്റത്ത് വെച്ച് മർദ്ദനം തുടർന്നു. കയ്യിൽ കിട്ടിയ ബെൽറ്റും കേബിളുമൊക്കെ അപ്പോഴും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചവർ അവനെ ആഞ്ഞു മർദ്ദിച്ചു. ക്രൂരമർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സിൻജോ ജോൺസൺ തന്നെ. പല വിദ്യാർത്ഥികളുടെയും മൊഴിയിൽ ഇക്കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കാലുകൊണ്ട് നെഞ്ചിലും പുറത്തുമൊക്കെ സിൻജോ ജോൺസൺ അവനെ പലവട്ടം ആഞ്ഞു ചവിട്ടി. പിന്നീട് കാലിന്റെ വിരൽ ഉപയോഗിച്ച് സിദ്ധാർത്ഥന്റെ നെഞ്ചിൻ കുഴിയിൽ അവൻ അമർത്തിപ്പിടിച്ചു. നേരത്തെ മുറിയിൽ വെച്ച് മർദ്ദിച്ചവരോടെല്ലാം വീണ്ടും സിദ്ധാർത്ഥനെ ആഞ്ഞടിക്കാൻ സിൻജോ ജോൺസന്റെ കൽപ്പന. ആ കൽപ്പന അംഗീകരിക്കാൻ മാത്രമാണ് മറ്റു വിദ്യാർത്ഥികൾക്ക് അപ്പോൾ കഴിയുന്നത്. പിന്നീട് അവനോട് ഒരു സാങ്കല്പിക കസേരയിലിരിക്കാൻ സിൻജോ ജോൺസൺ ആവശ്യപ്പെടുന്നു. പക്ഷെ അവന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. എങ്കിലും നിരന്തരം കിട്ടുന്ന തൊഴിയിൽ അവൻ ഒരുവിധം എഴുന്നേറ്റു. സാങ്കല്പിക കസേരയിൽ ഇരിക്കുന്നത് പോലെ അവൻ ഇരിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ 2 സീനിയർ വിദ്യാർത്ഥികൾ അവനെ അടിക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു. അത് രോഗൻ രമേഷും PG വിദ്യാർത്ഥി നിതിൻ ശങ്കറുമാണ്. ഇനിയും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചാൽ അവൻ കൊല്ലപ്പെടുമെന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മർദ്ദനം നിർത്താൻ ഈ ക്രൂരസംഘം തയ്യാറായില്ല. 1-ാം നിലയിലെ ഡോർമെട്രിയിലേക്ക് പിന്നീട് അവർ സിദ്ധാർത്ഥിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. കാശിനാഥൻ അവിടെ വെച്ച് നടത്തിയത് അതിക്രൂര മർദ്ദനം.
സിദ്ധാർത്ഥന്റെ ശരീരം നിറയെ മർദ്ദനത്തിന്റെ പാടുകൾ. അടുത്ത ദിവസം രാവിലെ മറ്റു വിദ്യാർത്ഥികൾ നോക്കുമ്പോൾ കട്ടിലിൽ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചെഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന സിദ്ധാർത്ഥൻ. കൂട്ടുകാരിൽ ആരോ ഒരിത്തിരി കഞ്ഞിവെള്ളം അവനായി കൊണ്ടുവന്നു. അവനത് കുടിക്കാൻ കഴിയുന്നില്ല. ഒരു തുള്ളി വെള്ളം അവന്റെ തൊണ്ടയിലേക്ക് ഇറങ്ങുന്നില്ല. 18-ാം തീയതി രാവിലെ എന്റെ തൊണ്ട വേദനിക്കുന്നു എന്ന് പറഞ്ഞവൻ നിലവിളിച്ചു. ആ തൊണ്ടയിൽ നിന്ന് ചോര പൊടിഞ്ഞു പുറത്തേക്ക് വരുന്നു. വാ നിറയെ ചോരയായിരുന്നു എന്ന് സഹവിദ്യാർത്ഥികൾ പറയുന്നു. പിന്നീട് നടന്നത് അതിക്രൂരമായ കൊലപാതകം. 18-ാം തീയതി രാവിലെ അവനെ അടിയന്തരമായി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം, ഡോക്ടറെ കാണിക്കണം, മരുന്ന് കൊടുക്കണമെന്നൊക്കെ ചില വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇല്ലെങ്കിൽ സിദ്ധാർത്ഥൻ ജീവിച്ചിരിക്കില്ല എന്നവർ ഭയപ്പെട്ടിരുന്നു. അതുതന്നെ സംഭവിച്ചു. സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തി അക്രൂര സംഘം. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ ഈ സംഭവത്തിന് ശേഷം അക്ഷയ് എന്ന ക്രൂരപ്രതിയെ സംരക്ഷിക്കുന്നതും ഇതേ CPM നേതാക്കൾ തന്നെ. ഇടുക്കിയിലെ കുഞ്ചിത്തണ്ണിയിൽ ഒരു പ്ലാന്ററുടെ മകനായ അക്ഷയെ സംരക്ഷിക്കുന്നത് MM മണിയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. അതിലപ്പുറം നെടുമങ്ങാട്ടെ അക്രൂര വിദ്യാർത്ഥിയുടെ പിന്നിലും ചില രാഷ്ട്രീയ നേതാക്കൾ. സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ യഥാർത്ഥ സംഭവങ്ങൾ ദൈവം പുറത്തു കൊണ്ടുവരും എന്ന് ഭയപ്പെടുന്നത് ഇപ്പോൾ CPM നേതാക്കൾ കൂടി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരൊറ്റ നേതാവിനും ആ ക്രൂര സംഘത്തെ രക്ഷിക്കാൻ ഇനി കഴിയില്ല. കാരണം CBI എത്തേണ്ടത് ദൈവനിയോഗമാണ്. എല്ലാ ക്രൂരതകൾക്കും മുകളിൽ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ. അതുതന്നെയാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിലും ഇപ്പോൾ നമ്മൾ കാണുന്നത്.